കുരിശിന്റെ വഴിയിൽ മിശിഹാതൻ മഹിമയാണെന്നും എന്നെന്നും മുറിഞ്ഞോരക്കരളിൽ നീണമല്ല തുണയുണ്ടെന്നെന്നും എങ്ങെങ്ങും കുഞ്ഞാടിൻ പറ്റങ്ങൾ ഞങ്ങൾ നല്ലിടയാ തേടുന്നു നിന്നെ നോവിൻ നാഥ ഓ കുരിശിന്റെ വഴിയിൽ മിശിഹാതൻ മഹിമയാണെന്നും എന്നെന്നും മുറിഞ്ഞോരക്കരളിൽ നീണമല്ല തുണയുണ്ടെന്നെന്നും എങ്ങെങ്ങും ഇനി എൻ്റെ ഉടലാം കുരിശിൽ ഉയിരായി മിശിഹേ നിറയൂ എൻ്റെ ഭാരം ഏറ്റുവാങ്ങൂ കരുണാമയനേ ചുറ്റിലും തീനാളം സാത്താന്റെ വേദാന്തം തരിക നീ അഭയം കുരിശിന്റെ വഴിയിൽ മിശിഹാതൻ മഹിമയാണെന്നും എന്നെന്നും Dear Edmond, I don't ask you to pray for him because he is already an angel. We are sure that he is in heaven now. By participating in this Brooklyn Mass, we pray for all who are already with God. I also ask you to pray for Tijo and Sue, and we shall show our respect and support by participating, praying in this Mass. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സർവേശ്വരസ്തുതിഗീതം ഭൂമിയിലെങ്ങും മധ്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും ചിന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരസ്തുതിഗീതം ഭൂമിയിലെങ്ങും മധ്യനും ശാന്തി പ്രത്യാശയുമെന്നേക്കും
ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോട് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. മറിയം യേശുവിനെ തിരഞ്ഞെടുത്ത് വന്ന് അവനെ കണ്ടപ്പോൾ കാൽക്കുരുവിയോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുമായിരുന്നില്ല. അവരും അവരോടുകൂടെ വന്ന് യഹൂദരൻ കരയുന്നത് കണ്ടപ്പോൾ യേശു ആത്മാവിൽ കൊണ്ട് അസ്വസ്ഥനായി ശ്രദ്ധിച്ചു, അവനെ അടക്കിയിരിക്കുന്നത് എവിടെയാണ്? അവർ അവനോട് പറഞ്ഞു, കർത്താവെ വന്ന് കാണുക. യേശു കണ്ണീർ പിടിച്ചു. അപ്പോൾ യഹൂദർ പറഞ്ഞു, നോക്കൂ, അവൻ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അവരിൽ ചിലർ പറഞ്ഞു, അന്നന്റെ കണ്ണു തുറന്ന ഈ മനുഷ്യന് ഇവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ലേ? യേശു വീണ്ടും നെടുകൊണ്ട് സഭപ്പെടുത്തേക്ക് വന്നു. അതൊരു പൊതിയായിരുന്നു. അതിന്മേലൊരു കല്ലും വെച്ചിരുന്നു. യേശു പറഞ്ഞു, ആ കല്ലെടുത്ത് മാറ്റുവിൻ. മരിച്ചയാളുടെ സഹോദരിയായ മക്കൾ പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധമുണ്ടായിരിക്കും. ഇത് 4-ാം ദിവസമാണ്. യേശു അവരോട് ചോദിച്ചു, വിശ്വസിച്ചാൽ ദൈവമക്കൾ ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? അവർ കല്ലെടുത്ത് മാറ്റി. യേശു കണ്ണുകൾക്കരി പറഞ്ഞു, പിതാവേ, അങ്ങനെ പ്രാർത്ഥന ശ്രമിച്ചതിനാൽ ഞാൻ എനിക്ക് നന്ദി പറയുന്നു. അങ്ങനെ പ്രാർത്ഥന എപ്പോഴും ശ്രമിക്കുമെന്ന് എനിക്കറിയാം. എന്നാൽ എന്നെ അയച്ചത് അവിടുന്നാണെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം വിശ്വസിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇത് പറഞ്ഞിട്ട് അവൻ ഉച്ചത്തിൽ പറഞ്ഞു, സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രതീക്ഷയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിശിഹ മരിച്ച് ഉദ്ധാനം ചെയ്തു. അവിടുന്ന് മരിച്ചവരെല്ലാവരും അവിടത്തോടുകൂടി തന്നെ ഇതാ ഉയർപ്പിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പക്കൽ അവനെ തിരികെയാണ്. ഈ നമ്മുടെ ഡോണിൻ്റെ ഈ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പക്കൽ നിന്നുള്ള വേർപാടിൽ നിങ്ങൾ രണ്ടാളും ഏറ്റവും അധികം വേദനിക്കുന്നു, ദുഃഖിക്കുന്നു എന്നറിയാം. എങ്കിലും ദൈവസന്നിധിയിൽ അവിടുത്തെ പദ്ധതിക്ക് ഏറ്റവും അധികം കീഴ്വഴങ്ങി. Just like to thank all those of you who come here, especially Christians who take Cantians. You know that the Indian community is loved and valued by us all. This is one of the most saddest things that ever happened to me in my whole priestly life. My prophet is my sympathy prayers to the parents and family, and to everybody in India who are mourning Aidan's death. Thank you for being here. Keep up your prayers and pray for us all here at St. Catherine's.